കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ ഇപ്പോഴും പ്രവചനാതീതമാണ്. 10 വർഷത്തെ ഇടതുപക്ഷത്തിൻ്റെ അചഞ്ചലമായ ഭരണത്തിന് അന്ത്യം കുറിച്ച് UDF അധികാരത്തിലേറുമ്പോൾ ഈ കേരളത്തിലെ മാധ്യമങ്ങളെക്കാൾ കൂടുതൽ ഈ ഭരണമാറ്റത്തെ ഉറ്റുനോക്കുന്നത് ദേശീയ മാധ്യമങ്ങളാണ്. പ്രത്യേകിച്ച് ഡൽഹിയിലെ അധികാര ഇടനാഴികൾ. ദേശീയ മാധ്യമമായ ആജ് തക്കിൽ വന്ന ഇന്നത്തെ ഒരു വാർത്തയുണ്ട്. കേരള രാഷ്ട്രീയത്തെ അക്ഷരാർത്ഥത്തിൽ കീറി മുറിക്കുന്ന ഒരു വാർത്ത. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ആജ് തക്കിൻ്റെ പ്രമുഖ ലേഖകനായ ധീരേന്ദ്ര റായ് ആണ്. തൻ്റെ റിപ്പോർട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ വായനക്കാരെയും പ്രേക്ഷകരെയും ഞെട്ടിക്കുന്ന ഒരു കൗതുകകരമായ പ്രയോഗം അദ്ദേഹം നടത്തുന്നുണ്ട്. കേരളത്തിലെ മാധ്യമങ്ങളും രാഷ്ട്രീയ നിരീക്ഷകരും ഇപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് ഭരണത്തിന് ചുക്കാൻ പിടിക്കുന്ന 3 മുഖ്യമന്ത്രിമാരെക്കുറിച്ചാണ്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല എന്നിങ്ങനെ 3 നേതാക്കളുടെ സ്വാധീനം ഭരണത്തിനുണ്ടാകുമെന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് അതല്ല. അവർ പറയുന്നു കേരളം ഭരിക്കാൻ പോകുന്നത് 3 അല്ല, മറിച്ച് 3.5 മുഖ്യമന്ത്രിമാർ ആണെന്ന്. എന്താണ് ഈ 3.5 മുഖ്യമന്ത്രിമാർ എന്ന പ്രയോഗത്തിന് പിന്നിലെ രഹസ്യം? ആരാണ് ആ ബാക്കി വരുന്ന അര മുഖ്യമന്ത്രി? ഇതാണ് ധീരേന്ദ്ര റോയിയുടെ വാർത്തയിലെ ഏറ്റവും വലിയ സസ്പെൻസ്. നമുക്ക് കാര്യത്തിലേക്ക് വരാം. 140-ൽ 102 സീറ്റുകൾ നേടി കഴിഞ്ഞ 10 വർഷത്തെ LDF ഭരണത്തെ വേരോടെ പിടിതെറിഞ്ഞുകൊണ്ടാണ് UDF കേരളത്തിൽ അതിഗംഭീരമായ തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നത്. ഇന്ന് നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് പുറമെ നിന്ന് നോക്കുമ്പോൾ തികച്ചും സാധാരണമായ ഒരു ജനാധിപത്യ പ്രക്രിയയായി തോന്നാം. എന്നാൽ കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണയുള്ളവർക്കറിയാം ഇത് വെറും ഒരു മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയല്ല എന്ന്. യഥാർത്ഥത്തിൽ ഇത് UDFനുള്ളിലെ അധികാര വിഭജനത്തിൻ്റെ എഴുതപ്പെട്ടതും എഴുതപ്പെടാത്തതുമായ ഒരു സത്യപ്രതിജ്ഞ കൂടിയാണ്. വരും 5 വർഷക്കാലം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്നത് ഈ നിമിഷങ്ങളായിരിക്കും. മുഖ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കാൻ പോകുന്നത് VD സതീശൻ തന്നെയാണെങ്കിലും തിരുവനന്തപുരത്തെ അധികാര ഇടനാഴികളിൽ മുഴങ്ങുന്ന ചർച്ചകൾ മറ്റൊന്നാണ്. ഈ സർക്കാർ സതീശൻ്റെ മാത്രം സർക്കാരല്ല, മറിച്ച് മുൻപ് സൂചിപ്പിച്ചതുപോലെ 3.5 മുഖ്യമന്ത്രിമാരുടെ സർക്കാരാണ്. VD സതീശൻ, KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല. ഈ 3 പേരുകൾ കോൺഗ്രസിനുള്ളിൽ തന്നെ തുല്യ അധികാരമുള്ള പവർ സെൻ്ററുകളായി ഉയർന്നു വന്നിരിക്കുന്നു. എന്നാൽ ബാക്കിയുള്ള ആ അര മുഖ്യമന്ത്രിയുടെ പവർ ആർക്കാണ്? അത് മറ്റാർക്കുമല്ല, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനാണ് എന്നാണ് ആ വാർത്തയിൽ പറയുന്നത്. ഒരു കിങ് മേക്കർ എന്ന പദവിയിൽ നിന്നും ഒട്ടും താഴെയല്ല ലീഗിൻ്റെ ഇപ്പോഴത്തെ സ്ഥാനമെന്നും വാർത്ത ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് VD സതീശൻ്റെ മുന്നിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലഹങ്ങൾ ശമിപ്പിക്കുക എന്നുള്ളതായിരുന്നു. കോൺഗ്രസിന് മാത്രം 63 സീറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു ജനവിധിക്ക് ശേഷം നേതാക്കളുടെ മോഹങ്ങൾ വാനോളം ഉയരുന്നത് സ്വാഭാവികമാണ്. മുഖ്യമന്ത്രി പദത്തിലേക്ക് പ്രധാനമായും 3 മുഖങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. സതീശൻ, ഡൽഹി രാഷ്ട്രീയത്തിലെ അതികായകനായ KC വേണുഗോപാൽ, മുതിർന്ന നേതാവ് രമേശ് ചെന്നിത്തല. ഹൈക്കമാൻഡ് സതീശൻ്റെ പേരിന് പച്ചക്കൊടി കാട്ടിയെങ്കിലും യഥാർത്ഥ പരീക്ഷണം ആരംഭിച്ചത് മന്ത്രിസഭാ രൂപീകരണ വേളയിലായിരുന്നു. ഇവിടെ സതീശൻ അസാമാന്യമായ രാഷ്ട്രീയ വിവേകം പുറത്തെടുത്തു എന്നാണ് ആജ് തക് വാർത്തയിൽ പറയുന്നത്. മന്ത്രിസഭാ പട്ടിക അന്തിമമാക്കുമ്പോൾ തങ്ങളെ മാറ്റി നിർത്തി എന്ന തോന്നൽ ഒരു വിഭാഗത്തിനും ഉണ്ടാകാതിരിക്കാൻ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചു എന്നും പറയുന്നുണ്ട്. 63 MLA-മാരിൽ നിന്ന് മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക, അതും പ്രാദേശിക സാമൂഹിക സന്തുലിതാവസ്ഥ നിലനിർത്തിക്കൊണ്ട് എന്നത് ഇരുമ്പു കടല ചവയ്ക്കുന്നതിന് തുല്യമായിരുന്നു. അർഹമായ പലർക്കും അവസരം നൽകാൻ കഴിഞ്ഞില്ലെന്ന ദുഃഖം സതീശൻ തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സമ്മതിച്ചിട്ടുമുണ്ട്. KC വേണുഗോപാലിന് മുഖ്യമന്ത്രി കസേര ലഭിച്ചില്ലെങ്കിലും കിരീടമില്ലാത്ത സൂപ്പർ മുഖ്യമന്ത്രി എന്നാണ് ലേഖകൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. ഡൽഹിയിൽ ഇരുന്ന് ചരട് വലിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ കഴിവ് ഈ മന്ത്രിസഭയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇനി മുസ്ലിം ലീഗിൻ്റെ കാര്യമെടുത്താൽ അവർ ഈ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റുകൾ നേടിയാണ് തങ്ങളുടെ കരുത്ത് തെളിയിച്ചത്. കോൺഗ്രസിന് 63 സീറ്റുകൾ ഉണ്ടെങ്കിലും ലീഗിൻ്റെ 22 MLA-മാരില്ലാതെ സർക്കാർ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. മന്ത്രിസഭാ രൂപീകരണത്തിൽ ലീഗ് തങ്ങളുടെ പൂർണ്ണ അവകാശം നേടിയെടുത്തിരിക്കുകയാണ്. തിങ്കളാഴ്ച ലീഗിൻ്റെ 5 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. 2011-2016 UDF സർക്കാരിൽ കൈകാര്യം ചെയ്ത അതേ വകുപ്പുകൾ തന്നെ ലീഗ് ഇത്തവണയും നിലനിർത്തുമെന്ന് ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ഇതിനകം വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതായത് വ്യവസായം, വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, IT, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ ഏറ്റവും ഭാരമേറിയ വകുപ്പുകൾ മുസ്ലിം ലീഗിൻ്റെ കൈകളിലേക്ക് തന്നെ പോകുന്നു. ഇതിനു പുറമെ 2.5 വർഷത്തിന് ശേഷം പാറക്കൽ അബ്ദുള്ളയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താമെന്ന ഒരു അഡ്വാൻസ് കമ്മിറ്റ്മെൻറ്റും ലീഗ് വാങ്ങിയെടുത്തിട്ടുമുണ്ട്. അതിനായി ലീഗിൻ്റെ തന്നെ ഒരു മന്ത്രി പിന്നീട് രാജിവെക്കും.
KM ഷാജിയെ പോലുള്ള പോരാളികളായ നേതാക്കളുടെ സാന്നിധ്യം വ്യക്തമാക്കുന്നത് ഈ സർക്കാരിൽ ലീഗ് വെറുമൊരു ജൂനിയർ പാർട്ട്ണർ അല്ല, മറിച്ച് തുല്യ പങ്കാളിയായി തന്നെ തങ്ങളുടെ വ്യവസ്ഥകൾ മുന്നോട്ട് വച്ചു എന്നാണ്. സതീശനെ സംബന്ധിച്ചിടത്തോളം ഈ മുഖ്യമന്ത്രി പദം ഒരു മുള്ളുകിരീടമാണ്. ഒട്ടും സുരക്ഷിതമല്ലാത്ത വാളിൻ്റെ വായ്ത്തലയിലൂടെയുള്ള ഒരു യാത്ര. അദ്ദേഹത്തിന് നയിക്കേണ്ടത് ഒരു സാധാരണ മന്ത്രിസഭയല്ല. അദ്ദേഹത്തിൻ്റെ ഇരുവശത്തും ഇരിക്കുന്ന സഖ്യകക്ഷികളും പിന്നെ വേണുഗോപാലിൻ്റെ അനുഭാവികളായ മന്ത്രിമാരും സാക്ഷാൽ ചെന്നിത്തലയും മുന്നിലിരിക്കുന്ന മുസ്ലിം ലീഗും രാഷ്ട്രീയ ഭാരത്തിൽ അദ്ദേഹത്തെക്കാൾ ഒട്ടും താഴെയല്ല. സതീശൻ്റെ വെല്ലുവിളി സർക്കാർ നടത്തി കാണിക്കുക എന്നത് മാത്രമല്ല, മറിച്ച് ഈ വമ്പൻ പവർ സെൻറ്ററുകൾക്കിടയിൽ കൃത്യമായ തന്ത്രങ്ങളിലൂടെ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നതുകൂടിയാണ്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല തൻ്റെ അധികാരം പ്രയോഗിക്കുമ്പോഴും വേണുഗോപാലിൻ്റെ മന്ത്രിമാർ ഓരോ തീരുമാനത്തിനും മുൻപായി ഡൽഹിയിലേക്ക് ഫോൺ വിളിക്കുമ്പോഴും മുസ്ലിം ലീഗ് തങ്ങളുടെ വകുപ്പുകളിൽ പൂർണ്ണ സ്വയംഭരണാവകാശം ആവശ്യപ്പെടുമ്പോഴും VD സതീശന് തലവേദന കൂടിക്കൊണ്ടേയിരിക്കും. ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പലപ്പോഴും അദ്ദേഹത്തിന് തൻ്റെ ആഗ്രഹങ്ങളെ അടിച്ചമർത്തേണ്ടി വരും. സഖ്യത്തിൻ്റെ സമ്മർദ്ദങ്ങൾക്കിടയിൽ പലപ്പോഴും കയ്പുനീർ കുടിക്കേണ്ടി വരും. ജനങ്ങൾക്ക് ആഭ്യന്തര ഗ്രൂപ്പുകളുമായി യാതൊരു ബന്ധവുമില്ല. അവർക്ക് വികസനമാണ് വേണ്ടത്. അത് നൽകാൻ ഈ സർക്കാരിന് കഴിയുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. തിങ്കളാഴ്ചത്തെ സത്യപ്രതിജ്ഞ കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു അധ്യായത്തിൻ്റെ തുടക്കമാണ്. 21 അംഗ മന്ത്രിസഭയിൽ സതീശൻ ഉൾപ്പെടെ 14 പേർ ആദ്യമായി മന്ത്രിമാരാകുന്നവരാണ്. എന്നാൽ ഈ സർക്കാരിൻ്റെ ആയുസ്സും വിജയവും നിർണ്ണയിക്കപ്പെടുന്നത് ഈ 3.5 മുഖ്യമന്ത്രിമാരുടെ കോക്ടെയിൽ എത്രത്തോളം സുഗമമായി പ്രവർത്തിക്കും എന്നതിനെ ആശ്രയിച്ചിരിക്കും. വരും മാസങ്ങളിൽ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിലെ ഫയലുകളിൽ നിന്ന് ഇതിൻ്റെ ഉത്തരങ്ങൾ പുറത്തുവരും. ഔദ്യോഗിക വകുപ്പ് വിഭജനത്തിനും ആദ്യ ക്യാബിനറ്റ് മീറ്റിങ്ങിനും ശേഷമായിരിക്കും യഥാർത്ഥ കളി തുടങ്ങുക. ഈ 3.5 മുഖ്യമന്ത്രിമാരുടെ കൂട്ടുകെട്ട് കേരളത്തിൽ എന്തു മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നതെന്ന് വരും നാളുകളിൽ നാം കണ്ടറിയണം. ഡൽഹിയിലിരുന്ന് സൂപ്പർ മുഖ്യമന്ത്രിയായി കളി നിയന്ത്രിക്കുമോ, ആഭ്യന്തരമന്ത്രി തൻ്റെ പൂർണ്ണ അധികാരം പ്രയോഗിക്കുമോ, അതോ ലീഗ് തങ്ങളുടെ സ്വാധീനം അടിച്ചേൽപ്പിക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇനി സെക്രട്ടേറിയറ്റിലെ ഇടനാഴികളിൽ നിന്നാണ് പുറത്തു വരേണ്ടത്. ഈ വമ്പൻ രാഷ്ട്രീയ നാടകത്തിൻ്റെ അടുത്ത രംഗങ്ങൾക്കായാണ് നമ്മൾ കാത്തിരിക്കുന്നത്.